ഹായ് ഓൾ. സോ ഇത് നമുക്കൊരു വാക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റാഫ് എന്നുള്ള വാക്ക് നമുക്കറിയാം അല്ലേ, ഓഫീസിലെ സ്റ്റാഫ്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ടെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നൗൺസ്. കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, സിംഗുലർ, പ്ലൂറൽ. സ്റ്റാഫ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വാക്കല്ല. അതുകൊണ്ട് സ്റ്റാഫിന് എന്തില്ല? പ്ലൂറൽ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പ്ലൂറൽ ഫോം. അതുകൊണ്ട് സ്റ്റാഫ്സ് എന്ന് പറഞ്ഞുകൂടാ. പ്ലീസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ദ സ്റ്റാഫ്സ് ഇൻ ദാറ്റ് റെസ്റ്റോറൻറ്റ് വെർ വെരി കോർഡിയൽ അല്ല. സ്റ്റാഫ് മെമ്പേഴ്സ് എന്നാണ് നിങ്ങൾ പ്ലൂറൽ പറയുകയാണെങ്കിൽ പറയേണ്ടത് കേട്ടോ. നമ്മൾ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അധ്യാപകരെ സൂചിപ്പിക്കാനായിട്ട് കോളേജുകളിലൊക്കെ. അഗൈൻ നിങ്ങൾക്ക് പ്ലൂറൽ ആക്കി പറയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സേ ഫാക്കൽറ്റി മെമ്പേഴ്സ്. ഇപ്പൊ സ്റ്റാഫ്സ് എന്ന് പറയരുത്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണ്. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ സെന്റൻസ് ഉൾപ്പെടെ പഠിക്കണം, വെറുതെ ഒരു വാക്ക് പഠിച്ചു വെക്കരുത്. സോ ദി സ്റ്റാഫ് മെമ്പേഴ്സ് there were very cordial. Their hospitality was very good. സ്റ്റാഫ്സ് എന്ന് പറയരുത്, സ്റ്റാഫ് എന്ന് പറയാം. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ പ്ലൂറലായിട്ട് ആളുകളെ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് അവിടെ വരും. ബട്ട് സ്റ്റാഫ്സ് എന്ന് പറയരുത്. ഇത് സ്റ്റാഫ് ഓർ സ്റ്റാഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ എ മെമ്പർ ഓഫ് ദ സ്റ്റാഫ് ഒരാളെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് ഈ വാക്ക് യൂസ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർ. താങ്ക് യു ഫോർ ദ